ഇസ്രായേൽ സംഘം അന്തിമഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഉടൻ ദോഹയിലെത്തും. രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളുന്നതിനായി ടെൽ-അവീവിൽ തിരക്കിട്ട ചർച്ച നടക്കുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിവിധ ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ നിർദ്ദേശത്തിൽ മുഴുവൻ ബന്ദികളുടെയും മോചനവും ഉൾപ്പെടുന്നതായി അമേരിക്ക വ്യക്തമാക്കി. വടക്കൻ ഗസയിലെ ബന്ദികളുടെ അവസ്ഥ എന്തെന്നറിയില്ലെന്ന് ഹമാസ് പ്രതികരിച്ചു. ഗസയിലെ മരണം ഔദ്യോഗിക കണക്കിനേക്കാൾ 41% കൂടുതലെന്ന് ലാൻസെറ്റ് പഠന റിപ്പോർട്ട്. MC നാസർ ചേരുന്നുണ്ട്. നാസർ, വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങളായി തുടരുന്ന ചർച്ചകളുണ്ട്. ഇതിപ്പോൾ തിരക്കിട്ട് ഇസ്രായേൽ സംഘമൊക്കെ ദോഹയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അന്തിമ ചർച്ച എന്നതിലേക്കാണ്. ട്രംപ് അധികാരം ഏൽക്കുന്നതിന് മുൻപ് തന്നെ 20-നാണ് അധികാരത്തിൽ വരുന്നത്. അതിനു മുമ്പ് തന്നെ ഒരു ചർച്ചയിലേക്ക്, ഒരു സമാധാനത്തിലേക്കുള്ള വഴി കാണുന്നുണ്ടോ? ഇതിന് തീർച്ചയായിട്ടും ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു തീരുമാനമാണ് അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇന്ന് പകൽ പല തലങ്ങളിലായി നടന്ന തിരക്കിട്ട ചർച്ചകളുണ്ടായിരുന്നു. ആ ചർച്ചകളുടെ ഏറ്റവും അവസാന തീരുമാനം എന്ന നിലയ്ക്കാണ് ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇസ്രായേലിലെ ഏറ്റവും ഉന്നതതല സംഘത്തെ തന്നെ ദോഹയിലേക്ക് അയക്കാനുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മൊസാദ് മേധാവിയായിരിക്കും ഈ സംഘത്തെ നയിക്കുക. അതോടൊപ്പം തന്നെ ഷിൻബെത്തിൻ്റെ തലവനുണ്ടാകും. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകൻ സംഘത്തിലുണ്ടാകും. അതോടൊപ്പം തന്നെ സൈനിക പ്രതിനിധിയും ഈ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സമഗ്ര സ്വഭാവത്തിലുള്ള ഒരു സംഘത്തെയാണ് അയക്കുന്നത്. ഉന്നതതല സംഘം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ തന്നെ അവർ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പിന്മാറ്റം ഉണ്ടാകരുത്. ദോഹയിലെ ഈ നിർണായകമായിട്ടുള്ള ചർച്ചയിലൂടെ തന്നെ ഒരു വെടിനിർത്തൽ ഉണ്ടാകണം. ആ കരാറിൽ ഒപ്പുവെച്ച് മാത്രമേ ഈ സംഘം തിരിച്ചെത്താൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം കൂടി ബന്ധുക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ദോഹയിൽ ഒരുപക്ഷെ നാളെ മുതൽ നാളെയും മറ്റന്നാളുമായിരിക്കും നിർണായകമായിട്ടുള്ള ഈ ചർച്ച നടക്കുക. ആ ചർച്ചയിലൂടെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ അന്തിമമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ലോകത്തെ എല്ലാ സമാധാന സ്നേഹികളും ഇപ്പോൾ കാത്തിരിക്കുന്നത്. ആ ചർച്ചയുടെ സ്വഭാവം എന്തായിരിക്കും, ഇസ്രായേൽ കൈക്കൊള്ളുന്ന തീരുമാനം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഏതാണ്ട് 1.25 വർഷത്തിലധികമായി തുടരുന്ന ഈ ഗസ ആക്രമണത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ വെടിനിർത്തൽ കരാർ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച ഒരു തീരുമാനം അറിയാൻ സാധിക്കും. ഏതായാലും ഇന്ന് രാത്രി തന്നെ സംഘം ദോഹയിലേക്ക് തിരിക്കാനുള്ള തീരുമാനമായതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അല്പം മുമ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ധന്യ, ഈ ബന്ദികളാക്കപ്പെട്ടവരുടെ കാര്യം ഇപ്പം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തന്നെ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് നാശനഷ്ടം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പം ഈ ബന്ദികളുടെ, പ്രത്യേകിച്ച് അമേരിക്കൻ ബന്ദികളുടെയൊക്കെ കാര്യത്തിൽ എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഇത് അവരെ മോചിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അവരിപ്പോൾ ഉണ്ടോ എന്ന് പോലുമുള്ളൊരു സംശയം നിലവിലില്ലേ? എന്താണ് സാഹചര്യങ്ങൾ നിലവിലെ? ഇതിനെ സംബന്ധിച്ച വലിയ തോതിലുള്ള ഒരു അവ്യക്തത തുടരുന്നുണ്ട്. ഹമാസ് നേതൃത്വം ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് വടക്കൻ ഗസയിലെ തങ്ങൾ പാർപ്പിച്ചിരിക്കുന്ന ബന്ദികളുടെ കാര്യത്തിൽ തങ്ങൾക്ക് ഒരർത്ഥത്തിലുള്ള ഒരു കോണ്ടാക്റ്റും ഈ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹമാസിൻ്റെ പോരാളികളുമായിട്ട് തങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അത്രയും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ആ ഭാഗങ്ങളിൽ നടന്നിരിക്കുന്നത്. ഇന്നലെയും ഒരു കൊല്ലപ്പെട്ട ഒരു ബന്ദിയുടെ മൃതദേഹം കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വടക്കൻ ഗസയിൽ താമസിപ്പിച്ചിരിക്കുന്ന ബന്ദികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുന്നത്. അതേസമയം റഫ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ താമസിപ്പിച്ച ബന്ദികൾക്ക് അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെല്ലുവിളിയോ അല്ലെങ്കിൽ അവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ചിത്രം ഇനിയും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ ചർച്ചയിൽ, ദോഹയിൽ നടക്കുന്ന ഈ വെടിനിർത്തൽ ചർച്ചയുടെ ഒരു തുടർച്ച എന്ന നിലക്കായിരിക്കും ഹമാസ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നൽകുക. ഏതായാലും 100-ലേറെ ബന്ദികളുണ്ട്. അതിൽ അമേരിക്കൻ വംശജരായിട്ടുള്ള 6ഓളം ബന്ദികൾ ഉൾപ്പെടുന്നുണ്ട്. ഈ 100-ലധികം ബന്ദികളെ ഒരുമിച്ച് തന്നെ വിട്ടയക്കണം എന്നൊരു നിർദ്ദേശമാണ് ബന്ദികളുടെ ബന്ധുക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വെടിനിർത്തൽ കരാർ, ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അത് പ്രകാരം 6 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിലൂടെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ബന്ദികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കണം, അതോടൊപ്പം തന്നെ ഈ ആക്രമണം അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശമായിരുന്നു ബൈഡൻ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ
ഒരു തുടർച്ച എന്നതിലേക്ക് പാരീസിലും തുടർന്ന് കെയ്റോയിലും തുടർന്ന് ദോഹയിലും വിവിധ തലങ്ങളിലായിട്ടുള്ള ചർച്ചകൾ നടന്നു. ആ ചർച്ചകളൊക്കെയും വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്നു. കാരണം ഹമാസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു തുറന്ന ചർച്ചയോടുകൂടി മുന്നോട്ട് പോയി എങ്കിൽ പോലും ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ നെതന്യാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാകുന്നു. ആ നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ഈ 3 നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇതുവരെ നടന്ന എല്ലാ ചർച്ചകളെയും അട്ടിമറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിർണായകമായിട്ടുള്ള ഒരു ചർച്ച നാളെ നടക്കാനിരിക്കെ ആ ചർച്ച എത്ര കണ്ട് വിജയിക്കും, അതിനെ നെതന്യാഹു ഏതർത്ഥത്തിൽ സ്വീകരിക്കും എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ പോലും പ്രസക്തമാണ്. എന്തായാലും ബന്ദികളുടെ അവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ഇനിയും പുറത്തു വന്നിട്ടില്ല. ഏതായാലും നിരവധി ബന്ധുക്കൾ ഇപ്പോൾ പോലും ജീവനോടെ ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഹമാസ് വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വരുന്നത്. ധന്യ. യെസ് നാസർ, മറ്റൊന്ന് ചർച്ചയുടെ അവസാന ഘട്ടങ്ങളാണ്. ഗസയുടെ ഒരു പുനർനിർമ്മാണം എന്നതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കടക്കുന്നുണ്ടോ? അത് അക്കാര്യത്തിൽ ഇപ്പം ബൈഡന്റേതാണ് ഘട്ടം ഘട്ടമായി നടന്നിരുന്ന ചർച്ചകളെല്ലാം. അപ്പം അവസാന സമയത്തേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കൂടെ കടന്നിട്ടുണ്ട്. ആന്റണി ബ്ലിങ്കനൊക്കെ കഴിഞ്ഞ ദിവസം പല കാര്യങ്ങളും അഭിപ്രായപ്പെട്ടിരുന്നല്ലോ. അതിൻ്റെ തീർച്ചയായിട്ടും, കാരണം ഈ മാസം 20-നാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് അധികാരമേൽക്കുന്നത്. ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ ഈ ബന്ദികളുടെ മോചനം നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരണമെന്ന നിർദ്ദേശം അത് ഹമാസിന് മാത്രമല്ല ഇസ്രായേലിനും വളരെ ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ ഇന്നത്തെ ഈ കൂടിയാലോചനകളും തിരക്കിട്ട തീരുമാനങ്ങളും ഉണ്ടായിരിക്കുന്നത്. 20-ന് മുമ്പ് വെടിനിർത്തൽ കരാർ നിലവിൽ വരികയാണെങ്കിൽ ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഗസയുടെ പുനർനിർമ്മാണം എന്നതായിരിക്കും ഏറ്റവും പ്രധാനമെന്ന് ആന്റണി ബ്ലിങ്കൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലെ പല രാജ്യങ്ങളുമായും തങ്ങൾ തിരക്കിട്ട് ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. ആ ചർച്ചകളൊക്കെയും തന്നെ വളരെ വലിയ തോതിലുള്ള പുരോഗതി ആ ചർച്ചകളിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ചില ശക്തമായിട്ടുള്ള നടപടികളും ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഫലസ്തീൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകുന്നതുവരെ ഇസ്രായേലുമായിട്ട് കൈകോർക്കുകയില്ല എന്ന പ്രഖ്യാപിത നിലപാടാണ് ഇപ്പോൾ പോലും സൗദി അറേബ്യ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വെടിനിർത്തൽ കരാർ വരികയാണെങ്കിൽ ഗസയുടെ പുനർനിർമ്മാണം അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളിലും ഈ മേഖലയിൽ കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു സമാധാന നീക്കം നടത്താൻ ട്രംപ് ഭരണകൂടം തയ്യാറാകുമെന്ന പ്രതീക്ഷ കൂടിയാണ് ഏറ്റവും അവസാനമായിട്ട് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നടത്തിയിരിക്കുന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ധന്യ. ഇതിനിടയ്ക്ക് ഹമാസിനോടുള്ളൊരു വെല്ലുവിളിയൊക്കെ ട്രംപ് നടത്തിയിരുന്നു. അത് പ്രതികൂലമായ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെ? തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു നേരത്തെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം താൻ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബന്ദികളെ പൂർണ്ണമായിട്ട് വിട്ടയക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇസ്രായേൽ നേരത്തെ തന്നെ വളരെ പ്രഖ്യാപിതമായിട്ടുള്ള ഇസ്രായേൽ പക്ഷപാതിത്വം നിലനിർത്തുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രതികരണങ്ങൾ ഒരു പുതുമയൊന്നുമില്ല. പക്ഷേ ഹമാസ് തങ്ങളുടെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. 1, ആക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക, 2, സൈന്യം ഗസയിൽ നിന്ന് പിൻവാങ്ങുക. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ദികളെ പൂർണ്ണമായിട്ടും തന്നെ മോചിപ്പിക്കാൻ തങ്ങൾ ഒരുക്കമാണ് എന്നുകൂടി ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇസ്രായേലിനും വളരെ ശക്തമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ ട്രംപ് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഈ ജനുവരി 20-ന് മുമ്പ് തന്നെ ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത്. കാരണം നമുക്കറിയാൻ സാധിക്കും, കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതൽ നടന്ന ഈ ആക്രമണ പരമ്പരയിലൂടെ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ 46,000 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തമാക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ഈ ഔദ്യോഗികമായിട്ടുള്ള കണക്കിനേക്കാൾ 41% കൂടുതലായിരിക്കും. ഏതാണ്ട് 80,000 പേരെങ്കിലും ഈ ഗസ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതും. ധന്യ.